പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു പൂത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പൂത്തോരൻ എന്ന് പറഞ്ഞാൽ അഗസ്തിപ്പൂ. അഗസ്തിപ്പൂ ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതാണ്. അഗസ്തിപ്പൂവും അതിൻ്റെ ഇലയും. ഈ അഗസ്തിപ്പൂ തോരൻ വെക്കുന്നതിന് മുമ്പ് അതിനകത്ത് ഇതുപോലെ ഇങ്ങനെ പൂമ്പൊടിയോട് കൂടി ചേർന്ന ഒരു തണ്ടുണ്ട്. ആ തണ്ടെല്ലാം ഒന്ന് ഇളക്കി മാറ്റി കളയണം. ആ തണ്ടും കൂടെ വെച്ച് തോരൻ വെച്ചാൽ തോരൻ നല്ല കയ്പ്പായിരിക്കും. അതുകൊണ്ട് ആ തണ്ടെല്ലാം ഒന്ന് പൂമ്പൊടിയോട് കൂടി ഇരിക്കുന്ന ആ തണ്ടെല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റിയെടുക്കണം. വായിലൊക്കെ തൊലി പോകുന്ന അസുഖം വന്നവർക്ക് ഈ അഗസ്തിപ്പൂവിൻ്റെ ഇലയും പൂവും തോരൻ വെച്ച് ദിവസവും കഴിച്ചാൽ പെട്ടെന്ന് അത് സുഖമാകാറുണ്ട്. ഇത് ധാരാളം ഔഷധ ഗുണമുള്ള ഒന്നാണ്. എൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഒരു തൈയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അഗസ്തിപ്പൂ കിട്ടാറുണ്ട്. ഇതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കുക. അതിനൊപ്പം ഒരു വലിയ സവാള കൂടി അരിഞ്ഞെടുക്കണം. ചട്ടിയിലൊക്കെ നടാൻ പറ്റിയ അധികം ഉയരത്തിൽ പോകാതെ പെട്ടെന്ന് കായ്ക്കുന്ന 6 മാസമാകുമ്പോൾ കായ്ക്കുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട അഗസ്തിപ്പൂവൊക്കെ ഇപ്പോൾ വിപണിയിൽ കിട്ടും. പിങ്ക് കളറിലുള്ളതും വൈറ്റ് കളറിലൊക്കെ ഉണ്ട്. അതിലുള്ള ഒരു തൈ വാങ്ങി നട്ടാൽ വീട്ടിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ പൂ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് തോരൻ വയ്ക്കാം. അത് എല്ലാവരുടെ വീട്ടിൽ ഇതിൻ്റെ ഒരു തൈ വാങ്ങി നടണം. ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇതിൻ്റെ പൂ മാത്രമല്ല ഇലയ്ക്കും ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. അതിനൊപ്പം ഒരു വലിയ സവാളയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് തോരൻ വയ്ക്കുന്നതെന്ന് നോക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് ആദ്യം സവാള അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. സവാള എല്ലാം നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന പൂ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ജീരകവും കൂടി മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കണം. അത് ആവശ്യമുള്ളവർക്ക് മുട്ട ഒഴിച്ചു കൊടുത്താൽ മതി. മുട്ട വേണ്ടെന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് ചിക്കി എടുക്കുമ്പോൾ ഈ തോരനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഒരു ചെറിയ കശർപ്പുണ്ട്. അപ്പോൾ അത് മാറുന്നതിന് വേണ്ടിയാണ് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. മുട്ട കൂടി ഒഴിച്ച് എല്ലാം നല്ലതുപോലെ ചിക്കി ഒന്ന് എടുക്കാം. നല്ല ടേസ്റ്റാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ തോരൻ എല്ലാവരുടെയും വീട്ടിലൊന്ന് ഒരു തൈ വാങ്ങി നടണം. എങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഈ അഗസ്തിപ്പൂ അൾസറിനും വായിൽ പുണ്ണ് പറഞ്ഞവർക്കൊക്കെ ഇതിൻ്റെ തോരൻ ദിവസവും വെച്ച് കഴിച്ചാൽ പെട്ടെന്ന് അത് സുഖമാവും. ഇതൊരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.